കത്തിക്കരിച്ചു വെച്ചേക്കണത് അടിപൊളിയത് നിനക്കെന്റേത്. അതെ ഇവന്റെ അടുത്ത് തല പറയാൻ പോയിട്ട് കത്തിക്കരുത്. നോക്കി ഇതിന്റെ അവസ്ഥ അതിന്റെ മുമ്പ് ശരിയായി. നീ പറയണ്ടത് ഈ സാധനം മറ്റേ ഇതുണ്ടാക്കി തരാമോ? മറ്റേ സാധനം എന്നാ സാധനം? ആ സാധനം തന്നെ എന്നാ മറ്റേ സാധനം ഉണ്ടാക്കണോ? അത് അതാ ഉണ്ടാക്കാം. ഇത് കഴിയട്ടെ. എന്തായാലും ഇത് കഴിഞ്ഞിട്ടുണ്ടാക്കുള്ളൂ. ഇന്നേരത്തെ കത്തി നീ കരിച്ചു. നീ കാരണം കരിച്ചു. ഇതെന്തു സാധനം അറിയോ? ഇതിന്റെ പോള പൊളിച്ചിട്ട് ഫസ്റ്റ് പോള ഇതെടുത്തോ. ഇതിനെന്താ പേര് പറയാ? തേൻ കുടിക്കുന്ന സാധനം, തേൻപൂവ്. ഈ തേൻപൂവ് എടുക്കണം നമുക്ക്. പിടിക്കും ചടിയത് കുറച്ചെടുക്കണുള്ളൂ ഇവിടെ. അത് എനിക്ക് കറി വയ്ക്കാൻ വേണ്ടതാണ്. പിടിക്കും ഇത്രയും പോരെ? ഒരെണ്ണം കൂടി പൊളിക്കാം. ഇനി ഇത് പൊളിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ നല്ലപോലെ കഴുകി എടുക്കാൻ പോവാട്ടോ. ഓക്കെ, ഇതിൻ്റെ അകത്ത് നമ്മൾ കാശ്മീരി ചില്ലി ഇട്ടിട്ടുണ്ട്. ഇതെന്താ? കടലമാവ് കുറച്ചിട്ടു. കുറച്ച് മഞ്ഞപ്പൊടി ഉപ്പ്. ഇനി നല്ലപോലെ ഇളക്കി കൊടുക്കാം. ശകലം വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യാം. ഓക്കെ, ഇനി ഇത് നമ്മൾ എണ്ണയ്ക്കകത്തിട്ട് വറുത്തെടുക്കുക ചെയ്യണം കേട്ടോ. വറുക്കാം നമുക്ക്. ഓക്കെ, ദേ ഈ പരിവാകുമ്പോൾ നമുക്ക് കോരി മാറ്റാം. നമുക്കതാണ് വലിയ അത്യാവശ്യം. ചൂടാട്ടെ. കുറച്ചും കൂടി ഉണ്ടാക്കാണ്ട്. അതുകൂടി ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമുക്ക് തിന്നാം. നോക്ക് വേണ്ടേ? ഞാൻ ആന്റി പറഞ്ഞു പഠിപ്പിച്ച പോലെ സൂപ്പർ. അങ്ങനെ പറയണ്ട, നല്ലതാണെങ്കിൽ പറഞ്ഞാൽ ഇതിന്റെ ഒരു നെഗറ്റീവ് വശം പറഞ്ഞേ. ശരിക്കും സീരിയസ് ആയിട്ട് പറയാം. നല്ല മൂത്ത പൂവ് എടുക്കരുത്. ചെറിയ പൂവ് എടുക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ചവച്ചുണ്ടെങ്കിൽ തൊണ്ടേന്ന് ഇറങ്ങി പോവില്ല. സാധനം നല്ല ടേസ്റ്റ് ഉണ്ട് ഇല്ലേ? അടിപൊളിയല്ലേ? അതെ. അപ്പൊ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ചാറ്റ കൊടുക്കാം. ടീച്ചറുടെ എല്ലാവരും ചാട്ടം കൊടുക്കും. ടാറ്റാ.